യുക്രൈൻ പോളണ്ട് അതിർത്തിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി റഷ്യ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തി. ഇതിനു പുറമെ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഖത്തർ എംബസി കെട്ടിടത്തിന് കേടുപാടുണ്ടായി. ശബ്ദത്തേക്കാൾ 10 മടങ്ങ് വേഗമുള്ളതും ആണവ പോർമുന വഹിക്കാനാകുമെന്ന് റഷ്യ അവകാശപ്പെടുന്ന ഒറഷ്നിക് ഹൈപ്പർസോണിക് മിസൈലാണ് പ്രയോഗിച്ചത്. റഷ്യയുടെ ഏറ്റവും നൂതന ആയുധങ്ങളിലൊന്നാണ് ഒറഷ്നിക് മിസൈൽ. ഒന്നിലധികം വാർഹെഡുകളോ ആണവ പെല്ലോഡുകളോ വഹിക്കാൻ ശേഷിയുള്ളതാണ് റഷ്യയുടെ ഒറഷ്നിക് മിസൈൽ. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിലുള്ള മിസൈലാണ് ഒറഷ്നിക്. കഴിഞ്ഞ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതികളിലൊന്ന് ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും ആക്രമണത്തിന് നിർമ്മിച്ച ഡ്രോൺ നിർമ്മിച്ച ഫാക്ടറിയാണ് ലക്ഷ്യമിട്ടതെന്നും റഷ്യ പ്രതികരിച്ചു. പുടിന്റെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടില്ലെന്നായിരുന്നു യുക്രൈനിന്റെ നിലപാട്. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ റഷ്യ ആകെ 18 മിസൈലുകളും 242 ഡ്രോണുകളും പ്രയോഗിച്ചതായാണ് യുക്രൈൻ വ്യോമസേന അറിയിച്ചത്. കീവിൽ അർദ്ധരാത്രിയോടെ ആക്രമണം നടന്നതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് നഗരത്തിന്റെ മേയർ വിറ്റാലി ക്ലിച്ച്കോയെ ഉദ്ധരിച്ചുള്ള അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ലിവീവിലും റഷ്യൻ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. നഗരത്തിലെ സിവിലിയൻ സൗകര്യങ്ങളെയും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഇത് ബാധിച്ചില്ലെന്നാണ് ഇവിടുത്തെ മേയറെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. റഷ്യയുടെ വീണ്ടും വിചാരമില്ലാത്ത നടപടികൾക്ക് ശക്തമായ മറുപടികൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നായിരുന്നു യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിയ എക്സ് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോ രാജ്യങ്ങളുടെയും അതിർത്തിക്ക് സമീപത്തുള്ള ഇത്തരമൊരു ആക്രമണം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയും ട്രാൻസ് അറ്റ്ലാന്റിക് സമൂഹത്തെ സംബന്ധിച്ച് ഒരു പരീക്ഷണവുമാണെന്നും യുക്രൈൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. റഷ്യ യുക്രൈൻ സമാധാന ഉടമ്പടി ഉണ്ടായാൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് നേരത്തെ ഫ്രാൻസും UK-യും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ റഷ്യ രംഗത്ത് വന്നിരുന്നു. ഭാവിയിലെ ഏതെങ്കിലും സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈനിൽ വിന്യസിക്കുന്ന യൂറോപ്യൻ സൈനികരെ നിയമപരമായ ലക്ഷ്യമായി റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യൂറോപ്പിനെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ഒറഷ്നിക് മിസൈൽ റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചിരിക്കുന്നത്. ബുധനാഴ്ച അമേരിക്കൻ സൈന്യം അറ്റ്ലാന്റിക് സമുദ്രത്തിന് റഷ്യൻ പതാകയുടെ ഒരു എണ്ണ ടാങ്കർ പിടിച്ചെടുത്തിരുന്നു. ഇതിനെതിരെ റഷ്യ രംഗത്ത് വന്നിരുന്നു. 1982 UN സമുദ്ര നിയമ ഉടമ്പടി പ്രകാരം മറ്റു രാജ്യങ്ങളുടെ അധികാരപരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകൾക്കെതിരെ ബലപ്രയോഗം നടത്താൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നായിരുന്നു റഷ്യയുടെ നിലപാട്. ഈ ഉടമ്പടിയിൽ പക്ഷേ അമേരിക്ക ഒപ്പുവെച്ചിട്ടില്ല.